ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ കുറച്ച് ലെവൽസ് നമ്മൾ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസ് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇൻഡിക്കേറ്റർ സെല് ചെയ്യുന്ന ഒരു പേജാണ്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, അതൊന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോസ് ഇടാനോ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലത്തെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഒരു വോയിസ് മെസ്സേജ് ടെലിഗ്രാമിൽ ഇട്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലെവൽസിൻ്റെ താഴെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് എല്ലാം ഇൻവാലിഡ് ആവാനുള്ള ഹൈ പ്രോബബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിൽ നമ്മൾ കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്യാം എന്ന് ഞാൻ ടെലിഗ്രാമിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നത് എന്ന് നമുക്ക് ആദ്യം ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ലെവൽസ് പറഞ്ഞു തന്നായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4 ലെവൽസ്, ഈ ഒരു 4 ലെവൽസ് ആയിരുന്നു പറഞ്ഞു തന്നത്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ലെവൽസിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു നമുക്ക് മാർക്കറ്റ് ഇന്ന് തന്നത്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ കൺസിഡർ ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പ്രീവിയസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ച് നല്ല രീതിയിലൊന്ന് ബാക്ക്വേർഡ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജൂൺ 5 നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ടിലോട്ട് പോകാം. ഇന്നത്തെ ചാർട്ടും ജൂൺ 5 ചാർട്ടും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 5 മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഡേ ഹൈ തന്നെയായിരുന്നു ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഡേ ഹൈ. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ ഞാൻ മാർക്കറ്റ് ഇന്ന് ഡേ ഹൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ ജൂൺ 5 പോയിട്ട് ഈ ഒരു ലെവൽ ഞാൻ കണ്ടുപിടിച്ചത്. അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് താഴോട്ട് പോകുന്ന ലെവൽ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡിലോട്ട് ഏതൊക്കെ ലെവൽസ് ആണ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കുള്ള ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ചാർട്ടിലോട്ട് പോയിട്ട് നമുക്ക് നോക്കുക നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ജൂൺ 5 മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഡേ ഹൈയുടെ അതേ പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലെവലും കൂടി മാർക്ക് ചെയ്തു. ജൂൺ 5 മാർക്കറ്റ് ക്ലോസ് ചെയ്ത പോയിന്റിൽ ഞാനൊരു ലൈൻ ഇട്ടായിരുന്നു. കാരണം മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴെ ആയിരുന്നു. ഇനി എങ്ങാനും മാർക്കറ്റ് ആ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡൗൺ സൈഡിലോട്ടൊരു ട്രേഡ് പഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചത്. അത് ഒരു കണ്ടീഷൻ. അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയുടെ ഉള്ളിലും കൂടി, അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചാൽ നമ്മൾ ഡൗൺ സൈഡിലോട്ട് പോകും. ആ ഒരു ലെവൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഉള്ളിലായതുകൊണ്ട് നമ്മളൊരു ഡൗൺ സൈഡിലോട്ട് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ട്, ഈ ഒരു 2 കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 50 പോയിൻറ്റ്സ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് നല്ല രീതിയിൽ ട്രെൻഡ് കാണിച്ചു. ഞാൻ ഈ ഒരു ലെവലിലും എടുത്തില്ല. ഈ ഒരു ക്യാൻഡലിന് ശേഷം ഈ ഒരു ക്യാൻഡിലായിരുന്നു ഞാൻ എൻട്രി പ്ലേസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 50 പോയിൻറ്റ്സ് ഞാൻ ക്യാച്ച് ചെയ്ത് ഞാൻ ട്രേഡിൽ നിന്ന് ഇറങ്ങി. കാരണം ഞാനിന്ന് ഹൈലി ബെയറിഷ് പോകാഞ്ഞതിൻ്റെ കാരണം മാർക്കറ്റ് ഓൾറെഡി 1% ഡൗൺ സൈഡിലോട്ട് വന്നു. അതൊന്നാമത്തെ കാരണം. അതേപോലെ വിക്സ് നമ്മൾ നോക്കുന്ന ടൈമിലും ഹൈ മൂവ്മെൻറ്റ്സ് നമുക്ക് വിക്സിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു 2 കാരണം കൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഹൈലി ഇന്ന് ബെയറിഷ് ആവാതെ, എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് വന്നു. ഇനി ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കാനായിരിക്കാം ഹൈ ചാൻസ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നോക്കി നിന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിലും കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നാളത്തേക്ക് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയാൻ പോകുന്നത് കുറച്ച് അധികം ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോളിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഡൗൺ സൈഡിലോട്ട് മാക്സിമം ട്രേഡ്സുകൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾക്ക് ചെറിയ പോയിൻറ്റ്സ് അപ്പ് സൈഡിലോട്ടാണ് ക്യാച്ച് ചെയ്യേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമുക്ക് ആദ്യം അപ്പ് സൈഡിലോട്ടാണ് നിങ്ങളുടെ എൻട്രികൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ലെവൽസിലായിരിക്കണം വാച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവൽസിലായിരിക്കണം അപ്പ് സൈഡിലോട്ടൊരു എൻട്രികൾ പഞ്ച് ചെയ്യാവൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇവിടെ റിവേഴ്സ് ആവും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് നിങ്ങൾ പുഷ് ചെയ്യാതിരിക്കുക. അപ്പോൾ
ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ കാണുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് 22,588 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലെവലാണ് 22,620. അതർവൈസ് മാർക്കറ്റ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നതിന് ശേഷം ഈ ഒരു ലെവലിലോട്ട് എത്തിയതിന് ശേഷം ഈ ഒരു 2 ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചാൽ മാർക്കറ്റ് ഫെർദർ ഡൗൺ സൈഡിലോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് വന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ട്രെൻഡ് ഡൗൺ സൈഡിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെർദർ ഈ ഒരു ലെവലിലോട്ടും ആ ഒരു ലെവലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ടും മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അൺടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ക്ലിയർ കട്ടായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് തരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ലെവലിൽ ഒന്നും കൂടി നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നിന്നായിരുന്നു ഇന്ന് ഫോൾ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്തൊരു ലെവലായിരുന്നു ആ ഒരു ലെവലെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേയും കൂടി മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് പോസിബിൾ ആണ്. മാർക്കറ്റിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻറ്റ്സ് ആണ്. പക്ഷേ മാക്സിമം നിങ്ങളുടെ വ്യൂ ഇന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നു ഇവിടെ നിന്നൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലോട്ടാണ് വരാൻ പോകുന്നത്. അവിടെ പോയിട്ട് ചാടിക്കയറി എൻട്രി എടുക്കാനല്ല പറയുന്നത്. ഏതെങ്കിലും ഉള്ള ഒരു രീതിയിൽ ഈ ഒരു എല്ലാ പോയിൻറ്റ്സിലും നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും ഒരു എൻട്രി മോഡൽ വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ലെവൽസിൽ പോയിട്ട് ലക്ക് എന്ന് പറഞ്ഞാൽ ലെവൽസിൽ പോയിട്ട് ഓവർ കോൺഫിഡൻസോട് കൂടി ട്രേഡ് മഞ്ച് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു എൻട്രി മോഡലിൻ്റെ ക്രൈറ്റീരിയയും ലെവലിൽ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ബയാസും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രി പ്ലേസ് ചെയ്യുക. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്കറ്റ് നാളെ നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ, അപ്പോൾ ഈ ഒരു ലെവലിൽ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാത്രം, എന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേയിലൂടെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലെവലിലല്ല മാർക്കറ്റ് സൈഡ് വേസ് ആവണം. ഈ ഒരു 2 ലെവൽസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ല ബ്രേക്ക് ചെയ്യാൻ പോകുന്നു, അതിനുവേണ്ടി ഒരു എൻട്രി മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,518 എന്ന് പറഞ്ഞ ലെവൽ, ആ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളോട് ക്യാച്ച് ചെയ്യാനും ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളോട് ക്യാച്ച് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇതിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് മാത്രം നിങ്ങൾ ഈ ഒരു ലെവൽസിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള ലെവൽസ്. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറഞ്ഞു തരാം. മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നിന്നോ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിന്നോ മാർക്കറ്റിന് വീണ്ടും സെല്ലിംഗ് പ്രഷർ കാണിക്കാനുള്ള ഹൈ പ്രോബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽസിലോട്ട് ടാർഗറ്റ് പുഷ് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ അപ്സൈഡിലോട്ട് എടുക്കുക. അതും ഈ ഒരു ലെവലെന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവലാണ്. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്ന ലെവലും കൂടിയാണ് ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 22,667 എന്ന് പറഞ്ഞ ലെവൽ. ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഒരു ഗ്യാപ്പ് ഫില്ലിങ് നാളത്തെ മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ല മാർക്കറ്റ് ഏതെങ്കിലും കാരണത്താൽ നാളെ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.